റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു പാരഡൈസ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീലങ്കൻ സംവിധായകനായ പ്രസന്ന വിധാന സിനിമയുടെ കഥയും സംവിധാനമൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ അനുഷ്ക സേനാനായകയും കൂടി ചേർന്നിട്ടാണ് അദ്ദേഹം കഥ എഴുതിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ സിനിമയുടെ ഒരു നിർമ്മാണത്തിൽ പങ്കാളിയായിട്ടുള്ളത് മണിരത്നാണ്. അപ്പോൾ ക്യാമറ രാജീവ് രവിയാണ്. ഇതൊക്കെയാണ് ഈ മണിരത്നം, രാജീവ് രവി, അതുപോലെ തന്നെ റോഷൻ മാത്യു, ദർശന രാജേന്ദ്രൻ, ഇവരൊക്കെയാണ് എനിക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളുള്ള ഈ സിനിമകൾ ഉള്ളത്. തിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് സാധാരണ പ്രേക്ഷകർക്ക് ജയിക്കാതെ പോയൊരു സിനിമയായിരുന്നത്. പക്ഷേ 2023 ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയർ ചെയ്തതാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ അതിനെ മനസ്സിലാക്കാം ഈ ഒരു സിനിമയുടെ റേഞ്ച് എന്താണെന്നുള്ളത്. ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനോരമ മാക്സിൽ ഈ സിനിമ അവൈലബിൾ ആണ്. ഒരു ഇന്ത്യൻ ശ്രീലങ്കൻ മൂവിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയിലേക്ക് ടൂർ പോകുന്ന രണ്ട് മലയാളി ദമ്പതികളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അവിടെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ശ്രീലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുക. ഈ പണത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ പെട്ടുപോവുകയാണ് അവിടുന്ന് ഇവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ മൂവിയല്ല, അതൊരു കൊമേഴ്ഷ്യൽ മൂവി എന്നുള്ള രീതിയിൽ സിനിമയെ സംബന്ധിച്ച നിരാശയായിരിക്കും ഫലം എന്നുള്ളതാണ്. 1.5 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. ഒരു സ്ലോ പേസ് മൂവിയാണ്. രാമായണ റെഫറൻസിലൂടെയാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. ഏകദേശം 300ഓളം, ഈ രാമായണത്തിൽ തന്നെ 300ഓളം വകഭേദങ്ങൾ ഉണ്ട് എന്നുള്ള ഈ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ രാമായണം ശ്രീലങ്കയിൽ വെച്ചാണല്ലോ സംഭവം കാര്യങ്ങളൊക്കെ, രാമായണം എന്നുള്ള സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ആ ഒരു വിഷ്വലൈസേഷൻ, ആ വിഷ്വലൊക്കെ കാണാന്നുള്ള ഇതിലായിരുന്നു ഞാൻ മെയിനായിട്ട് ഈ ഒരു സിനിമ കണ്ടത്. പക്ഷെ അതൊന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ അവിടെയൊക്കെ പരാജയപ്പെട്ടു സിനിമ എന്നുള്ളതാണ്. കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കാണിക്കാമായിരുന്നു തോന്നുന്നു. കൂടുതൽ അവിടെയുള്ള ആ പ്രശ്നങ്ങളിലേക്കാണ് കൂടുതൽ ഊന്നൽ കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൽ പറയുന്നുണ്ട്, പിന്നെ എന്താ പറയുക, ഈ രാമായണം എന്നുള്ളത് കുറേ വകഭേദങ്ങളുണ്ട് രാമായണത്തിൽ എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന രാമായണം എന്നുള്ളത് രാവണനെ വധിക്കുന്നത് രാമനാണ്. പക്ഷെ അവിടെ വേറൊരു സംഭവം കൂടി ആ ഒരു സ്ഥലത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സീതയാണ് രാവണനെ വധിക്കുന്നത്, ആ തേര് ഓടിക്കുന്നത് രാമനുമാണെന്നുള്ളത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശ്രദ്ധിച്ച് കാണാൻ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. രാമായണത്തിൻ്റെ ഒരു വകഭേദം തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. നിങ്ങളെന്തായാലും കണ്ടു നോക്കുക. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ഒരുപാട് രാഷ്ട്രീയം പറയുന്നുണ്ട്. പെർഫോമൻസുകളൊക്കെ കിടുകയായിരുന്നു, സൂപ്പറായിരുന്നു. ക്യാമറ വർക്കൊക്കെ നന്നായിരുന്നു. നമ്മൾ അവിടെ കൂടെ ഒരു യാത്ര ചെയ്യുകയാണ്. അവിടെ ഒരു ഭീതി കാര്യങ്ങളൊക്കെ നമുക്കും അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒരുപാട് ലേയേഴ്സ് ഉള്ളൊരു സിനിമ കൂടിയാണ്. അധികാരം, പണം, ജാതി, ഈ സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ശ്രീലങ്കയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഫെസ്റ്റിവൽ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയായിട്ടാണ് പാരഡൈസ് എന്ന ഈ ഒരു സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. എനിക്ക് വലിയൊരു ലൈക്കായിട്ടില്ല സിനിമ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതുപോലെ ഫെസ്റ്റിവൽ പടങ്ങളൊന്നും വലിയ ലൈക്ക് ആവാറില്ല. ചില പടങ്ങളൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ചില പടങ്ങളൊക്കെ എന്താ പറയുക, ഇതും ഭയങ്കര സ്ലോ പേസിലാണ് സിനിമ പോകുന്നത്. പെർഫോമൻസുകളൊക്കെ അടിപൊളിയാണ്. അഡൽ കണ്ടൻ്റായിട്ട് സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഈ സിനിമയില്ല. ഒരു ലിപ് ലോക്ക് സീൻ ഉണ്ട്. വേറെ സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പാരഡൈസ് എന്ന സിനിമ മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും